ജായി മൊയ്തു മുസ്ലിയാർ അള്ളാഹുവിന്റെ ആരിഫ് ബില്ലയായിരുന്നു അല്ലേ? മഹാനവറുകൾ എപ്പോഴും പാടുമായിരുന്നു, പൊട്ടാ നീ മുൻ തുള്ളി പിൻ ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. 9 മാസം മുമ്പ് നീ വെറും നുതുഫ രേതസ് കണം അല്ലേ? നീ ഇന്ന് ആരാ? പൊട്ടാ നീ മുൻ തുള്ളി, നീ ആദ്യം ഒരു തുള്ളിയാ. പൊട്ടാ നീ മുൻ തുള്ളി പിൻ ചോരക്കട്ട, ഇന്ന് നീ ഉമ്മയുടെ വയറ്റിൽ രക്തക്കട്ട, ചോരക്കട്ട, മാംസക്കട്ട. പിന്നെ അള്ളാഹു അതിൽ തരുണാസ്ഥികൾ വെച്ചു. പിന്നെ ആ അസ്ഥികളെ അള്ളാഹു ലഹം മാംസം കൊണ്ട് പൊതിഞ്ഞു. നീ അതായി ഇപ്പൊ പുറത്തേക്ക് വരുന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 9 മാസം കൊണ്ട് ഈ കണ്ണും ഈ കരളും ഈ കിഡ്നിയും ഈ ബ്രെയിനും ഈ സുഷുമ്ന നാഡികളും എല്ലാം വെക്കേണ്ടതുപോലെ വെച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ നിനക്ക് മടിയല്ലേ? നീ ഇന്ന് നിരീശ്വരവാദിയല്ലേ? നീ ഇന്ന് ഡോക്ടർ ആരിഫ് ഹുസൈന്റെ പാർട്ടിയിൽ ചേർന്നല്ലേ? നീ ഇന്ന് ജാമിദ ടീച്ചറുടെ കൂട്ടത്തിലാണല്ലേ? എന്നാ പിന്നെ മറ്റേ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂടിക്കോ. വേറെ പെണ്ണുങ്ങളില്ലേ? പള്ളിയൊക്കെ പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ. ഒരു ടീച്ചർ എന്താ ശശി കല ടീച്ചർ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നോക്കിയോ, ദീനിലേക്ക് കടന്നു വരും. ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നത് നിനക്ക് കാണാം നബിയേ. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കണ്ടു. ഹബീബ് ഡിസംബർ 6 32 വർഷം മുമ്പ് 33 വർഷം മുമ്പ് ബാബരി മസ്ജിദ് തച്ച് തകർത്ത ഡിസംബർ 6 ബീഹാറിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അത്താർ ഹുസൈൻ ഷഹീദായി. 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ വസ്ത്രം വിറ്റാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സൈക്കിള് പഞ്ചറായി. തൊട്ടടുത്ത് കണ്ട ഗ്രാമത്തിലെ യുവാക്കളോട് ചോദിച്ചപ്പോ ആ യുവാക്കൾ എഴുന്നേറ്റു. എന്താ ഉള്ളത് സുഹൃത്തുക്കളെ? 4-5 യുവാക്കൾ എഴുന്നേറ്റ് വന്ന് പാന്റിന്റെ സിബ് അങ്ങോട്ട് അയച്ചു. മുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തി. മുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തിയപ്പോ അത്താർ ഹുസൈൻ എന്ന ആ നല്ല മനുഷ്യൻ, എത്രയോ നാളായി ജാതി മത ഭേദമന്യേ ഹിന്ദുക്കളും എല്ലാവരും അറിയുന്ന വ്യക്തിയാ. കൊച്ചു ഈ കുട്ടികളുടെ ഉടുപ്പും സ്ത്രീകളുടെ നെറ്റി പോലത്തെ ഒക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 18,000 രൂപയും സൈക്കിളും തട്ടിപ്പറിച്ചു. അദ്ദേഹത്തിന്റെ ചെവി മുറിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ സ്വകാര്യ അവയവത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. പാവപ്പെട്ട അത്താർ ഹുസൈൻ എന്ത് തെറ്റാ ചെയ്തത്? പക്ഷേ നമ്മുടെ ചാനലുകൾക്കൊന്നും ഇതൊന്നും ന്യൂസ് അല്ല. കാരണം മരിച്ചത് മുസൽമാനായതുകൊണ്ട് പൊതുബോധം പറയുന്നു, മിണ്ടണ്ട, ധീരനായി ജീവിക്കണം, ധീരരായി മരിക്കണം, ടിപ്പു സുൽത്താനെ പോലെ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല പടച്ചവൻ റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബബന്ധം ചേർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമസ്കാരവും സുന്നത്തുകളും ഒക്കെ നിർവഹിക്കണം കേട്ടോ. ഫർള് മാത്രം നിസ്കരിച്ചിട്ട് ഒറ്റ ഓട്ടം, തസ്ബീഹൊക്കെ എടുക്കണം ഇൻഷാ അല്ലാഹ്. നാളെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടതല്ലേ? ഏതാ നിങ്ങളുടെ ഖബർ? മഖബറ എവിടെയാ? നിങ്ങളുടെ മഖബറ എവിടെയാ? അടക്കുന്ന എവിടെയാ? ആക്കോലിലും 1000 തന്നെ. അല്ലാഹുവേ ആ 2 മഖബറയിലും കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾ ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ കലാം ഖുർആൻ
ഏറ്റവും നന്നായി ഓതുന്നവരെയാണ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാം ഏറ്റവും നല്ലവണ്ണം ഖുർആൻ ഈണത്തിൽ ഓതുന്ന ഹാഫിളിങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ പൊന്നുമക്കൾക്ക് ഒരൽപ്പം അരി, ഒരൽപ്പം പച്ചക്കറി, ഒരൽപ്പം ഇറച്ചി, അല്ലാഹുവേ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇറച്ചി കഴിക്കുന്നവരാണെങ്കിൽ ഈ മക്കൾക്കും അതുപോലെ നല്ല ഭക്ഷണം കൊടുത്ത്, അല്ലാഹുവേ നല്ല വസ്ത്രം കൊടുത്ത്, ഈ പൊന്നുമക്കളെ ഖുർആൻ മനനം ചെയ്ത് കാണാപാഠം പഠിപ്പിച്ച് അവര് ദൗറയും ചെയ്ത് ഇൻഷാ അല്ലാഹ് തറാവീഹുകൾക്ക് ഇമാമത്ത് നിൽക്കുന്ന മക്കളായി കേരളത്തിലെ അറിയപ്പെട്ട പള്ളികളിൽ മെഹ്റാബുകൾ അലങ്കരിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഓഹരി നിങ്ങൾക്കും കിട്ടും, നാട്ടുകാർക്കും കിട്ടും. നാട്ടുകാരെ ചിലപ്പോൾ ചോദിക്കാം, എന്തിനാ ഈ അന്യദേശത്തെ കുട്ടികളെയൊക്കെ തീറ്റി പോറ്റി വളർത്തി കാശ് ഒരുപാട് ചെലവാകുന്നു? കമ്മിറ്റി ചിലർക്ക് അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? കാശ് ചെലവഴിക്കാൻ പാടില്ല. ഒടുക്കത്തെ പിശുക്ക, സമൂഹം തന്നാലും ചെലവഴിക്കില്ല അല്ലേ? ഞങ്ങളുടെ ഇതാറ്റോട്ടെ 3 ദറസുണ്ട്. ഞങ്ങളൊക്കെ ഓതി പഠിച്ച വീട്ടിൽ 2 കൊല്ലം ഞാൻ ഒരു വീട്ടിൽ 3 നേരവും ഒരു വീട്ടിൽ പോയാ കഴിച്ചത്. ഇന്നും അതിലെ പോയി ആ വീട്ടിൽ കയറും. വല്യമ്മ മരിച്ചു, വല്യുപ്പ മരിച്ചു, ഒരു ഫാത്തിഹ ഓതും. എന്താ അവസ്ഥ? ആ ഒരു ബന്ധമല്ലേ നമുക്ക് ചോറ് തന്ന ബന്ധം. ബിസ്മില്ലാഹി ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തിക്കോട്ടെ. ആരോഗ്യാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ റെസ്റ്റ് ഉണ്ട്. തിങ്കളാഴ്ച രാവിലെ പോകണം കണ്ണൂർക്ക്. ഇരിക്കൂർ നിലാമറ്റം എന്ന് കേട്ടിട്ടില്ലേ? ഉറൂസ്, അവിടെ പങ്കെടുക്കണം. പിന്നെ വേൾഡ് കാരി വരുന്ന പരിപാടിക്ക് കണ്ണൂർ മൈതാനം പരിപാടിയുണ്ട്. പിന്നെ തിങ്കളും ചൊവ്വയും ദിവസം പരിപാടി. ഇൻഷാ അല്ലാഹ് ഇനി വരാമല്ലോ, അടുത്തുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് അല്ലാഹു ഇത്രയെങ്കിലും സൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നല്ലോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് കടമകൾ മറക്കരുത്. റബ്ബിനോടുള്ള കടമ, ഉപ്പയോടും ഉമ്മയോടുള്ള കടമ, പിന്നെ അടുത്ത ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അനാഥകളും അഗതികളും, അതുപോലെ തന്നെ വസാഹിബി ബിൽ ജംബ്, പാർശ്വവർത്തിയായ കൂട്ടുകാരൻ, നമ്മുടെ ബിസിനസ് പാർട്ട്ണർ, അല്ലെങ്കിൽ മറ്റൊരു തഫ്സീർ പ്രകാരം നമ്മുടെ ഭാര്യയാണ് ഏത് പാർശ്വവർത്തിയായ കൂട്ടുകാരൻ. ഒമാ മലക്കത്ത് ഐമാനുക്കും, ഇന്നിപ്പം അടിമത്വമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ അടിമകളെ മോചിപ്പിക്കാൻ കൽപ്പിച്ചതും അടിമകളോട് എങ്ങനെ പെരുമാറെല്ലാം പഠിപ്പിച്ച മതമാണ്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് അത് മറ്റൊരിക്കൽ സംസാരിക്കാം. അനാഥകളും അഗതികളും നമ്മൾ അറിയേണ്ട വിഭാഗമാണ്. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഹൃദയത്തിന് കട്ടി കൂടുതലാ. എൻ്റെ ഹൃദയത്തിന് വല്ലാത്തൊരു കട്ടിയാ, ഞാനൊരു പരുക്കനാ. എന്താ ചെയ്യണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നീ രാവിലെ പോയിട്ടും ഗുളിക മേടിച്ച് കഴിച്ചോന്നല്ല. നീ യതീമിനോട് കരുണ കാണിച്ചോ, യതീമിന്റെ തല തടകി കൊടുത്തോ, നിന്റെ നെഞ്ച് ആർദ്രമാകും, മയമാകും എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ? യതീമായ മക്കളെ കണ്ടാൽ ആ തലയിൽ കൈവച്ച്. ഞാൻ ഞങ്ങളുടെ മഹലിൽ ഒരു പേര് മറന്നുപോയി, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഞങ്ങൾ 3-ാം ഫാത്തിഹയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ 2-ാം നിലയിൽ ആയിരുന്നു യാസീനൊക്കെ ഓതി, മൗലൂദൊക്കെ ഓതി. 3 കൊച്ചുമക്കൾ മുമ്പിലിരിക്കുന്നു. അപ്പോൾ വല്യുപ്പ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മോൻ മരിച്ച മോൻ്റെ മക്കളാണിത്. 2 പെണ്ണും 1 ആണും, കൊച്ചുമക്കൾ, യതീമുകൾ. അല്ലാഹു തആല അനാഥകളെ പടച്ചവൻ ഏറ്റെടുക്കട്ടെ. വിധവകളെ ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന വൈധവ്യം ഏറ്റുവാങ്ങുന്ന വിധവകളെ അല്ലാഹു ഏറ്റെടുക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ ജമാഅത്തിൽ 2 ബ്രസ്റ്റും നീക്കിയ ഒരു സഹോദരി വന്നിരുന്നു. ക്യാൻസറാണ്, മൂക്കിലൂടെ ബ്ലഡ് വരുന്നു, ട്യൂബ് കിടപ്പുണ്ട്, ആരുമില്ല. ചെറുപ്പക്കാരി. അല്ലാഹു തആല പടച്ചവൻ അങ്ങനെയുള്ളവർക്കൊക്കെ രഹസ്യമായ സ്വതക്കകൾ കൊടുക്കണം. നമ്മൾ സ്വതക്കത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്, രഹസ്യമായി ചെയ്യുന്ന സ്വതക്ക റബ്ബിന്റെ കോപം കെടുത്തും. നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ചാരിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ, അല്ലേ?
ചിലർക്കുണ്ടാവും, ചിലർക്കുണ്ടാവില്ല, ചിലർക്ക് ഇട്ടുമൂടാവുന്ന സ്വത്തുണ്ടാവും. അള്ളാഹു തന്ന ധനം നമുക്ക് പരീക്ഷണമാണ് കേട്ടോ, പരീക്ഷണമാണ്. വൽഫജ്രി സൂറത്തിൽ പറയുന്നുണ്ട്, അമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഉണ്ടോ? എന്തെടുത്താലും ഹാഫിലിന് ഉടനെ ആയത്ത് കിട്ടും. അത് ഹിഫ്ളിന്റെ ഗുണമാണ്, ഹിഫ്ളിന്റെ ബർക്കത്താ. ഇൻഷാ അല്ലാഹ് 5 മക്കൾക്ക് ഷഹാദത്ത് കൊടുക്കുന്ന മഹാസമ്മേളനം അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്താ ആമീൻ പറയാത്ത? നിങ്ങൾക്കും തൊണ്ടവേദനയാണോ? നിങ്ങൾക്കും തൊണ്ടവേദനയാണോ? അള്ളാഹു ആ സമ്മേളനത്തെ വിജയിപ്പിക്കട്ടെ. ആ സമ്മേളനത്തിനെ സഹായിക്കാൻ അള്ളാഹു ഉമ്മപെങ്ങന്മാർക്ക് തൗഫീക്ക് നൽകട്ടെ. കമ്മിറ്റിക്കാർ ഉസ്താദും കാശ് ചോദിച്ചാൽ റാഹത്തായിട്ട് കൊടുത്തോ. ഖുർആനിന് വേണ്ടിയാ കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൊടുക്കൂലേ? അള്ളാഹു ദാനധർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇന്നലെ ഇവിടെ വന്ന അബൂ റബീ ഉസ്താദ് എൻ്റെ സുഹൃത്താണ്. ഞാൻ വന്ന ഉസ്താദിന് വലിയ പരിചയമില്ല. നാളെ പുഴക്കര ഉസ്താദാണ്, എൻ്റെ ഹബീബാണ്. അൽഹംദുലില്ലാ എല്ലാവരും അറിയുന്നവരാണ്. അള്ളാഹു തആല പടച്ചോൻ അവരുടെ എല്ലാം ഇൽമിൽ പടച്ചോൻ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖുർആനിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഹാഫിൽ ഉസ്താദ്, നമ്മുടെ ഇമാം മന്നാനി ഉസ്താദ് അല്ലേ, നമ്മുടെ കൊളപ്പുറ ഉസ്താദിന്റെ ശിഷ്യനാണ്. അല്ലാ, ഞാൻ വയതിന് വരുമ്പോൾ മന്നാനിയെ പോകും. കൊളപ്പുറ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് വഫാത്തായി പോയി, സൂഫി വരീന. കുറച്ചാൾ ഗൾഫിലൊക്കെ ആയിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ പറയും, ഞങ്ങൾക്കൊണ്ട് കുറെ മന്നാനികൾ, എല്ലാവരും നല്ല വാഴ്യങ്ങളും പ്രഭാഷകരൊക്കെ ആകണം എന്നൊക്കെ പറഞ്ഞ ഉസ്താദ് ദുആ ചെയ്യാൻ പറയുമായിരുന്നു. പാവം, നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. കിബറില്ല ആ ഹൃദയത്തിൽ, ഹസദില്ല, ഒരു ഉജുബും ഒരു ഫഖറും ഇല്ല. സോഫ്റ്റ് മനുഷ്യൻ. അള്ളാഹുവിന്റെ റസൂൽ യമൻകാരെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് തരട്ടെ. അള്ളാഹു നമ്മുടെ മഹല്ലിൽ, കുട്ടിക്കട മഹല്ലിൽ, ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ അന്ന് വയലിന് വന്നപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ച അഷ്റഫ് കൂട്ടിക്കടയുടെ വീട്ടിൽ നിന്ന്. അഷ്റഫ് കൂട്ടിക്കട തിളങ്ങി നിന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം മഹല്ലിന്റെ ഭരണസാരഥ്യത്തിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം ഒന്ന് ഒതുങ്ങി. ആ സമയത്താണ് ഞാൻ വയലിന് വരുന്നത്. ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബിന് അള്ളാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ അമാലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല പ്രഭാഷകനാണ്, നല്ല പ്രസംഗം, നല്ല ഖിറാത്ത്, നല്ല ബാങ്ക്, നല്ല ഗാനം, ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം. ഞാൻ കൊല്ലൂർവിള ഇടയ്ക്ക് ബാങ്ക് വിളിക്കാറുണ്ടല്ലോ. അപ്പൊ ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? ചിലര് റെക്കോർഡ് ചെയ്യുന്നതാണ്. അത്ര വലിയ ബാങ്കൊന്നും അല്ല എൻ്റെത്, എന്നാലും ഒന്നിടയ്ക്കൊന്ന് ബാങ്ക് വിളിക്കും. മനസ്സിലായില്ലേ? അതൊരാഗ്രഹമാണ്. അൽഹംദുലില്ലാ, നല്ല സുന്ദരമായി ഓതണം, ഖുർആൻ പാരായണം ചെയ്യണം, ബാങ്ക് വിളിക്കണം. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കേൾക്കുന്ന ബാങ്കെന്ന് അല്ല. ഞാൻ ഖത്തറിൽ ചെന്നപ്പോ ഒരു ടാക്സി ഡ്രൈവർ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നു, ഇപ്പം മുസ്ലിമാണ്. എന്താ മുസ്ലിമാകാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഇവിടെ വന്നപ്പോ നല്ല ബാങ്കാ, ആ ബാങ്ക് കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, ഞാൻ കെലിമ ചൊല്ലി. കണ്ടോ, ബാങ്ക് ദഅവത്താവുകയാ. നല്ല ബാങ്ക് വിളിച്ചാൽ ആ മുസ്ലിങ്ങളൊക്കെ ശ്രദ്ധിക്കൂലേ? അല്ലാതെ ഒരു തരം പിന്നെ തുരുമ്പ് പിടിച്ച ആംബ്ലിഫയർ എന്ന് വരുന്ന ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചാൽ മറ്റുള്ളവർ ചെവിയിൽ വിരൽ വെക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൊണ്ട അടഞ്ഞിരിക്കുമ്പോ അങ്ങനെയാ. അപ്പൊ തൊണ്ട നല്ലതാണെങ്കിലോ നല്ല ബാങ്ക് ദഅവത്താ. അൽഹംദുലില്ലാ, അല്ലാഹു തആല പടച്ചവൻ നമ്മളെയൊക്കെ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എന്നെ വിളിച്ചു, നല്ല രുചിയുള്ള ഭക്ഷണം തന്നു. അൽഹംദുലില്ലാ, സ്നേഹനിധികളാണ് കുട്ടിക്കടയിലെ നിവാസികൾ. അല്ലാഹു നിങ്ങളുടെ സേവനം, മഹലിന് വേണ്ടി ചെയ്യുന്ന സേവനം, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനം, എന്തായാലും ഇവിടെ നിന്ന് പഠിച്ചു പോയ ഒരു ഹാഫിള് കൂട്ടിക്കടയെ മറക്കൂല, ഉസ്താദിനെ മറക്കൂല, പള്ളി കമ്മിറ്റിക്കാരെ മറക്കൂല, ഈ നാടിനെ മറക്കൂല. അതുകൊണ്ട് സഹോദരിമാരെ, പ്രവാസികളെ, യുവാക്കളെ, നിങ്ങൾ ഈ സ്ഥാപനത്തിലെ, ഈ ദർസിലെ കുട്ടികൾക്ക്, ഹിഫ്ളിന്റെ മക്കൾക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യണം. ഈ സമ്മേളനം മാതൃകാപരമാക്കി വിജയിപ്പിക്കണം. ഞാൻ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട KP അബൂബക്കർ ഉസ്താദ്, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, അള്ളാഹു ആഫിയത്തും നൽകട്ടെ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റാണ്. നാളെ സമസ്തയുടെ പ്രസിഡന്റ് കൊല്ലത്ത് വരികയാണ്.
പിന്നെ പീരങ്കി മൈതാനത്ത് മഗ്‌രിബ് കഴിഞ്ഞ് ഞാൻ ഒരു എളിയ സംസ്ഥയുടെ പ്രവർത്തകനാണ്. ഇപ്പോൾ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാം ദുആ ചെയ്യണം.